ഉമാ തോമസ് എംഎൽഎയുടെ അപകടത്തിനിടയായ പരിപാടിയുടെ നടത്തിപ്പിൽ അടിമുടി ചട്ടലംഘനം. പൊതുയിടങ്ങളെ സംബന്ധിച്ച് 2020 പുറത്തിറക്കിയ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ലംഘിക്കപ്പെട്ടത്. 2020 പൊതു ഇടങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച ചട്ടങ്ങൾ പൂർണ്ണമായും സംഘാടകരായ മൃദംഗ വിഷൻ ലംഘിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ലംഘിക്കപ്പെട്ടത്. 2019 സുരക്ഷ സംബന്ധിച്ച് ഹൈക്കോടതി വിധി ഉണ്ടായത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അഗ്നിശമന സേന, PWD എന്നീ വിഭാഗങ്ങളുടെ NOC ഹാജരാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അനുമതി നേടണമെന്നാണ് പ്രസ്തുത ചട്ടം. മാത്രമല്ല, താൽക്കാലിക സ്റ്റേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സുരക്ഷിതമെന്ന് ചാർട്ടേഡ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തണമെന്നും നിഷ്കർഷിക്കുന്നു. പരിപാടി കാണാനെത്തുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കണം. തൊഴിലാളികൾക്കും കാഴ്ചക്കാർക്കും വെവ്വേറെ ഇൻഷുറൻസ് പരിരക്ഷ വേണം. തൊഴിൽ വകുപ്പിന്റെ അനുമതി ഉൾപ്പെടെ ആവശ്യമെങ്കിൽ ലഭ്യമാക്കണമെന്നും ചട്ടത്തിൽ പറയുന്നു. ഭക്ഷണ വിതരണം ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 1 മാസം മുമ്പ് ടെൻഡർ വിളിക്കണമെന്നും ചട്ടത്തിൽ പറയുന്നു. ഈ ചട്ടങ്ങളെല്ലാം പൂർണ്ണമായി ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ കണ്ടത്. മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന സ്റ്റേജിൽ പോലീസിന്റെ നിരീക്ഷണം പോലും ഉണ്ടായില്ല എന്നതാണ് സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കടുത്ത നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ അറിയിച്ച് പരിപാടി തടയാൻ ഉൾപ്പെടെ നടപടികൾ പോലീസിനെ സ്വീകരിക്കാവുന്നതായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരസ്യമായി ലംഘിക്കപ്പെട്ടതാണ് ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ കാരണമായത്. ന്യൂസ് ഡെസ്ക്, ജനം.